ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. ദൈവിക രക്ഷാപദ്ധതിക്കായി ഉരുവാകുന്ന ഒരു കുട്ടിയെയും ആ കുട്ടിയെ ഒരുക്കിയെടുക്കുന്ന മനോഹരമായ കുടുംബ പശ്ചാത്തലവും വിവരിക്കുന്ന മനോഹരമായ വേദഭാഗമാണ് ഇത്. കർത്താവ് അവൾക്ക് വലിയ കരുണ ചെയ്തു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. വാക്യം 58. സന്തോഷിക്കുന്നവരുടെ സംഗമമാണ് ഈ വരികളുടെ ഒരു ധ്വനി. കരയുന്ന ഒരാളുടെ കൂടെ കരയാൻ ആർക്കും പറ്റും. പക്ഷെ സന്തോഷത്തിനൊരു കാരണം കിട്ടിയവന്റെ കൂടെ സന്തോഷിക്കാൻ ഒത്തിരി പാടാണ്. എങ്കിലും സന്തോഷമുള്ളവരുടെ ഈ സംഗമത്തിനൊരു സൗന്ദര്യമുണ്ട്. കുടുംബജീവിതത്തിൽ ഒരുപാട് കാലം പിന്നിട്ടിട്ടും ഒരു കുട്ടിയെ കിട്ടാത്തതിനാൽ ഇത്തിരിയല്ലാത്ത ദുഃഖവും വ്യഥയും അലട്ടിയിരുന്ന സക്കറിയാവും എലിസബത്തും പ്രാർത്ഥനയെയും കാത്തിരിപ്പിനെയും ആത്മീയ ആയുധങ്ങളാക്കി മാറ്റി. മാത്രമല്ല, ദൈവകരുണ കിട്ടിയ നേരത്തും അതിനു മുമ്പും അവർക്ക് കൂട്ടായി ഒപ്പം നിൽക്കുന്ന അയൽക്കാരും ചാർച്ചക്കാരും സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് മറ്റൊരു സമ്പത്ത് ആയിരുന്നു. ജനസമൂഹം സക്കറിയാവിനോടൊപ്പം പ്രാർത്ഥിക്കുന്നവരും കാത്തിരിക്കുന്നവരുമായിരുന്നു എന്നുള്ളതുകൊണ്ട് കുട്ടിയുടെ പിറവി അവരുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും കൂടെ ഫലമാണ്. അതിനാൽ അവർക്ക് ന്യായമായും സന്തോഷിക്കാൻ വകയുണ്ട്. സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയാത്തവരുടെ എണ്ണം പെരുകുന്ന ലോകത്ത് ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും സന്തോഷ നിമിഷങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുന്ന മനസ്സുള്ളവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും എന്നതിന് ഈ വേദഭാഗം ഒരു അടയാളമാണ്. അവന്റെ അമ്മയോ അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അവർ അവളോട്, നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവന് എന്ത് പേർ വിളിക്കാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവനൊരു എഴുത്തുപലക ചോദിച്ചു. അവന്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. വാക്യം 60, 61, 62. ചടങ്ങിലെ ദൈവകൃപാനുഭവം ആണ് ഈ വരികളുടെ വിചാരം. ജനിച്ച കുട്ടിക്ക് 8-ാം നാളായപ്പോൾ പരിച്ഛേദനയ്ക്കായി കൊണ്ടുവരുന്ന രംഗമാണ് വാക്യം 59 മുതൽ വിവരിച്ചിരിക്കുന്നത്. പേരിടൽ ചടങ്ങാണ്. സ്വാഭാവികമായി സക്കറിയ എന്ന് പേര് വന്നു. അത് അങ്ങനെയല്ല. അമ്മ സധൈര്യം അവനെ യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. നാട്ടിലെ രീതിയിലല്ല, നാട്ട് നടപ്പിലല്ല കാര്യം. പിന്നെയോ നാം അനുഭവിക്കുന്ന ദൈവകൃപയിലാണ് എന്ന മർമ്മം വെളിപ്പെടുത്തുകയാണ് ആ ചടങ്ങിലൂടെ. നോക്കുക, ഒരു പേരിടൽ ചടങ്ങ് നാട്ടിലെ രീതിക്ക് അനുസരിച്ചായിരുന്നുവെങ്കിൽ അത് അവിടം കൊണ്ട് അവസാനിച്ചേനെ. പക്ഷേ ഈ പേരിടൽ യഹൂദ മലനാട്ടിലൊക്കെയും പരക്കുവാൻ കാരണം മാറി ചിന്തിക്കാനുള്ള ആ അമ്മയപ്പന്മാരുടെ അപാരമായ ധൈര്യമാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, അവരോട് ദൈവം കാണിച്ച കരുണയെ അവർ ഓർത്തു എന്നുള്ളതാണ്. എപ്പോഴും ചെറിയ വലിയ ചടങ്ങുകളിലും ദൈവകരുണയെ ധ്യാനിക്കാൻ ഇടയാകട്ടെ. അപ്പോഴോ കൂടി വന്നവർ ദൈവകാരുണ്യത്തിൻ്റെ ഓർമ്മകളിലേക്ക് ചേക്കേറുകയും ചെയ്യും. മാത്രവുമല്ല, അങ്ങനെയുള്ള ചടങ്ങുകൾ ഒരു ഓളത്തിലങ്ങ് അവസാനിക്കില്ല. പിന്നെയോ തലമുറയും മാറി ചിന്തിക്കുന്നവരും ദൈവിക പദ്ധതികൾക്ക് വഴിവെട്ടുന്നവരുമായി തീരും എന്നുള്ളതാണ് ഏറ്റവും മികച്ചതായി തോന്നുന്നത്. ഉടനെ അവന്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു. വാക്യം 64. എഴുത്ത് പലകയിലെ എഴുത്തും അധരത്തിന്റെ തുറവിയെയും ധ്യാനിക്കുകയാണ്. അഥവാ കൈയുടെ ചലനം അധരത്തിന്റെ തുറവിക്ക് കാരണമായി എന്ന് ചിന്തിക്കുകയാണ്. ആ മാതാപിതാക്കൾ ഇരുവരുടെയും ഒരുമ ചിന്തോദീപകമാണ്. എഴുതുകയാണെങ്കിലും പറയുകയാണെങ്കിലും ഒന്നിലും വ്യത്യാസമില്ല, സംശയമില്ല. അവരുടെ ദൃഢത ഭയങ്കരമാണ്. അത് പേരിടൽ ചടങ്ങിൽ മാത്രമായിരുന്നില്ല. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് സക്കറിയാവിനോട് പറഞ്ഞ ആ വാക്കുകൾ അത്രയും ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ ആ കുട്ടി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം
ഒരു വാക്തത്വത്തിൻ്റെ മകനായി ജീവിക്കാനായി അവനെ ഒരുക്കി വേണ്ട പരിപോഷണങ്ങൾ അത്രയും കൃത്യമായി നൽകി വലുതാക്കി കൊണ്ടുവന്ന് യോഹന്നാൻ സ്നാപകൻ എന്ന പദവിയിലെത്തിക്കുന്ന ആ മാതാപിതാക്കളെ ധ്യാനിക്കുക തന്നെ വേണം. കാരണം മാതാപിതാക്കളുടെ ആഗ്രഹവും പ്രാർത്ഥനയും എന്നാലോ മക്കളുടെ വളർച്ചയും തമ്മിൽ ഒരുപാട് അന്തരം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒന്നുറപ്പാണ്, മാതാപിതാക്കളുടെ എഴുത്തും പറച്ചിലും എല്ലാം ഒരേപോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മക്കൾ മാതാപിതാക്കളോടൊപ്പം വളരും. മറിച്ച് എഴുത്തൊന്ന് പറച്ചിൽ വേറൊന്ന് എന്നൊക്കെ വന്നാൽ മക്കൾ വേറൊരു വഴിയിൽ മാറി സഞ്ചരിക്കും എന്നുള്ളതാണ് വസ്തുത. ഇത്ര നേരം മൗനിയായിരുന്ന സക്കറിയാവ് മിണ്ടിത്തുടങ്ങുകയാണ്. താൻ അനുഭവിക്കുന്ന ദൈവകരുണയുടെ നീർച്ചാലുകൾ അണപൊട്ടി ഒഴുകുമ്പോൾ ഇനിയും എങ്ങനെ മിണ്ടാതിരിക്കും? പാട്ട് പാടുക തന്നെ ചെയ്യും. നമുക്കൊരു ദൈവമുണ്ട്, ആളിക്കത്തുന്ന നെരിപ്പോടുകളെ ശാന്തമായി എരിയാൻ സഹായിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യതകളാക്കാനും കുറവുകളെ നിറവുകളാക്കാനും സാഹചര്യങ്ങളെ രൂപപ്പെടുത്താനും സമ്മർദ്ദങ്ങളെ രൂപാന്തരപ്പെടുത്താനും ഒക്കെ കഴിയും. അതെ, താൻ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ കാരണമായ കാരുണ്യത്തിൻ്റെ കടലായവനെ ധ്യാനിക്കുമ്പോൾ സക്കറിയാവിൻ്റെ വായിൽ നിന്ന് സ്തോത്ര വാക്കുകളുടെ ഒരു ഘോഷയാത്രയാണ്. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. വാക്യം 66. ഇനി കിട്ടിയ കുട്ടിയുടെ മേൽ പുലർത്തിയ ആത്മഭാരത്തെ പറ്റിയാണ്. ഒരു ചടങ്ങ് നടന്നു, അവിടം കൊണ്ട് അത് അവസാനിക്കുകയല്ല. പിന്നെയോ ആ കുട്ടിയുടെ മേൽ ആ ജനം പുലർത്തിയ കൃത്യമായ വീക്ഷണവും വിശകലനവും പ്രധാനമാണ്. ഏതൊരു കുട്ടിക്കും നന്നായി വളരുന്നതിൽ സമൂഹത്തിന് നല്ല പങ്കുണ്ട് എന്നത് ആർക്കാണ് അറിയാത്തത്? ഈ പൈതൽ എന്താകും? വാക്യം 66. ആ പൈതലിനെ അത്രയ്ക്കും ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവർ ഉള്ളത് ആ കുട്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹവുമാണ്. മാത്രമല്ല, കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നത് ചരിത്രാനുഭവങ്ങളിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകും എന്നത് ഉറപ്പാണ്. കർത്താവിൻ്റെ കരം പൂർവ്വ മാതാപിതാക്കന്മാരുടെ യാത്രാനുഭവങ്ങളിൽ ഒഴിച്ച് നിർത്താവുന്നതല്ല. മന്ന പൊഴിച്ചു നൽകിയതും ചെങ്കടൽ വിഭാഗിച്ചു നൽകിയതും തുടങ്ങി ഒരുപാട് ഓർമ്മകളിൽ നിന്ന് പുരാതനനായ ദൈവം നമ്മുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ അനുഭവങ്ങളുടെ ഒരു കലവറ തന്നെ ഉണ്ട്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയും അബ്രഹാമിനോടും മോശയോടും തുടങ്ങി മറിയയോടും കൂടെ നിന്ന ആ ദൈവം നമ്മുടെ കൂടെയും നിൽക്കുക തന്നെ ചെയ്യും. കർത്താവ് കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഇടയാകട്ടെ. അതാണ് പ്രാർത്ഥന. ആമേൻ.